Hello everyone, welcome to SAS Study Vlogs. So hope you're all doing great. So from now onwards, we are going to discuss the most important chapters from CBSE Class 10. ഓക്കെ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CBSE ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് ഫസ്റ്റ് ചാപ്റ്റർ? ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്. സോ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്, പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ എങ്ങനെ പഠിച്ചു തീർക്കാം എന്നുള്ളത് നോക്കാം. നമ്മൾ പാർട്ട് ബൈ പാർട്ട് വളരെ കുഞ്ഞു പാർട്ടുകളായിട്ട് ഓരോ പാർട്ടായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്കത് ഒട്ടും വൈകാതെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്താനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ദി റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്. അതിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് ഫ്രെഡറിക് സൊറിയോയുടെ വേൾഡിനെ കുറിച്ചുള്ള ഒരു വിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെക്കുറിച്ചും നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചും നമ്മുടെ ഫാമിലിയെ കുറിച്ചും ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു വിഷൻ ഉണ്ടാവും. പക്ഷേ ഇത് എത്രത്തോളം നടപ്പിലാകും എന്നുള്ളത് നമുക്കറിയില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫ്രെഡറിക് സൊറിയോ ഈ പറയുന്ന വേൾഡിനെ കുറിച്ച് ഒരു വിഷൻ മുന്നോട്ട് വെച്ചത്. ഓക്കെ, ആളുടെ ഒരു ഇമാജിനേറ്റീവ് വേൾഡിനെ കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം കണ്ട ഒരു ഡ്രീം ഓഫ് ദ വേൾഡ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യത്തെ പാർട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ടോപ്പിക്ക് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒട്ടും വൈകാതെ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് റെഡി ആയിട്ടിരുന്നുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് ടെക്സ്റ്റിൽ തന്നെ മാർക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ വൺസ് അഗൈൻ വെൽക്കം ഓൾ ടു ദിസ് വണ്ടർഫുൾ സെഷൻ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കാണുന്ന ആദ്യത്തെ ഇമേജ് എന്ന് പറയുന്നത്. സോ ഇമേജിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, ഇതാണ് അദ്ദേഹം വരച്ച ഒരു പെയിന്റിംഗ് എന്ന് പറയുന്നത്. ദ ഡ്രീം ഓഫ് വേൾഡ് വൈഡ് ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ റിപ്പബ്ലിക്സ്, ദ പാക്ട് ബിറ്റ്വീൻ നേഷൻസ് പ്രിപ്പയർഡ് ബൈ ഫ്രെഡറിക് സൊറിയോ ഇൻ 1848. 1848 ഫ്രെഡറിക് സൊറിയോ പ്രിപ്പയർ ചെയ്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് 4 പ്രിന്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതിലെല്ലാം കൂടെ ഈ ഒരു ഇമേജിലൂടെ എന്താണ് ഈ ഒരു ഡ്രീം ഓഫ് ദ വേൾഡിനെ കുറിച്ച് എങ്ങനെയാണ് അദ്ദേഹം ഡെപിക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. സോ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണുന്നുണ്ട്, താഴത്ത് കുറേ ചിന്നി ചെറിയ സാധനങ്ങൾ കാണുന്നുണ്ട്. സോ വൺ ആഫ്റ്റർ ദി അതർ ജനങ്ങൾ ഇങ്ങനെ ക്യൂ ആയിട്ട് മാർച്ച് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഹെവൻസിൽ നിന്ന് ഈ പറയുന്ന സെയിൻസും അതേപോലെ തന്നെ ക്രിസ്റ്റും എല്ലാവരും ഈ പറയുന്ന താഴത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് നോക്കുന്നത് കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് ഫ്രെഡറിക് സൊറിയോയുടെ വിഷൻ ഓഫ് ദ വേൾഡിന്റെ ആദ്യത്തെ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ഈ വേൾഡിനെ വിഷ്വലൈസ് ചെയ്തത്? ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ റിപ്പബ്ലിക് ആയിട്ടാണ് വിഷ്വലൈസ് ചെയ്തത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പൊ ഇതിലെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫ്രെഡറിക് സോറിയോയുടെ വിഷൻ ഓഫ് ദ വേൾഡ് ആണ്. സോ ഫ്രെഡറിക് സോറിയോ ആരാണ്? സോ ഹി വാസ് ഫ്രഞ്ച് ആർട്ടിസ്റ്റ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് ആർട്ടിസ്റ്റ് ആയിരുന്നു. 1848 അദ്ദേഹം ഒരു സീരീസ് ഓഫ് 4 പ്രിന്റ്സ് തയ്യാറാക്കി. വിഷ്വലൈസിങ് ഹിസ് ഡ്രീം ഓഫ് എ വേൾഡ് മെയ്ഡ് അപ്പ് ഓഫ് ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ റിപ്പബ്ലിക്. അദ്ദേഹം സ്വപ്നം കണ്ട ലോകം എങ്ങനെയുള്ളതാണ്? ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ റിപ്പബ്ലിക്. അതാണ് അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്? വിഷ്വലൈസ് ചെയ്തിരുന്നത്. സോ ഫ്രെഡറിക് സൊറിയോ, ഇവിടെ 3 പോയിന്റ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. ഫ്രെഡറിക് സൊറിയോ അദ്ദേഹം ആരാണ്? സോ ഹി വാസ് ഫ്രഞ്ച് ആർട്ടിസ്റ്റ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹം എന്നാണ് ഈ ഒരു പ്രിന്റ്സ് 4 പ്രിന്റ്സ് പ്രിപ്പയർ ചെയ്തത്? 1848. അതിൽ എന്താണ് വിഷ്വലൈസ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ വേൾഡ് എന്ന് പറയുന്ന ഡ്രീം എങ്ങനെയാവണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ റിപ്പബ്ലിക് ആവണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇനി ആ ഓരോ പ്രിന്റിലും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. So the first print shows the people of Europe and America marching in a long train and offering homage to the Statue of Liberty as they pass it. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രിന്റിലൂടെ എന്താ കാണിക്കുന്നത്? സോ യൂറോപ്പിലെയും അമേരിക്കയിലെയും ജനങ്ങൾ മാർച്ച് ചെയ്യണം, ഒരു ലോങ് ട്രെയിൻ പോലെ മാർച്ച് ചെയ്യുന്നുണ്ട്. ആ മാർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ അവർ വഴിയിൽ കണ്ട ഒന്നാണ് എന്ത്? ഈ പറയുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അപ്പോൾ ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് ഈ പറയുന്ന ഹോമേജ് ഓഫർ ചെയ്തിട്ട്, അല്ലെങ്കിൽ റെസ്പെക്ട് ഓഫർ ചെയ്തിട്ടാണ് അവരിങ്ങനെ മുന്നോട്ട് പോകുന്നത്, ഒരു ലോങ് ട്രെയിൻ പോലെ. സോ ദ ഫസ്റ്റ് പ്രിന്റ് ഷോസ് ദ പീപ്പിൾ ഓഫ് യൂറോപ്പ് ആൻഡ് അമേരിക്ക മാർച്ചിങ് ഇൻ എ ലോങ് ട്രെയിൻ ആൻഡ് ഓഫറിംഗ് ഹോമേജ് ടു ദി സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആസ് ദേ പാസ് ഇറ്റ്. അവർ പോകുന്ന വഴിയിൽ കാണുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് റെസ്പെക്ട് ഓഫർ ചെയ്തുകൊണ്ട് ഒരു ലോങ് ട്രെയിൻ പോലെ ഇവർ മാർച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ 2 കൈകളിൽ എന്തൊക്കെയാണ്
എങ്ങനെയാണെന്ന് നോക്കാം. ദ ടോർച്ച് ഓഫ് എൻലൈറ്റൻമെന്റ് വാസ് ക്യാരിഡ് ബൈ എ ഫീമെയിൽ ഫിഗർ ഇൻ വൺ ഹാൻഡ്. ഒരു കൈകളിൽ ടോർച്ച് ഓഫ് എൻലൈറ്റൻമെന്റ്. എന്താ എൻലൈറ്റൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനോദയം, അറിവിന്റെ വെളിച്ചമാണ് ഒരു കൈകളിലൂടെ പകരാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ കൈകളിൽ എന്താണ്? ചാർട്ട് ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ, മനുഷ്യന്റെ അവകാശങ്ങളുടെ ഒരു സംഹിതയാണ് മറ്റൊരു കയ്യിലുള്ളത്. അപ്പോൾ ചുമ്മാ കണ്ടതിനെ അല്ല അവര് റെസ്പെക്ട് ചെയ്തത്. എന്താണ്? സോ ഇത്തരം ടോർച്ച് ഓഫ് എൻലൈറ്റൻമെന്റ് ക്യാരി ചെയ്യുന്ന ഒരു കൈയും അതേപോലെ ചാർട്ട് ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ അത് മറ്റൊരു കൈയിലും ഏന്തി നിൽക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്കാണ് അവർ റെസ്പെക്ട് ഓഫർ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് പ്രിന്റ് ഒക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഷോസ് ദ പീപ്പിൾ ഓഫ് യൂറോപ്പ് ആൻഡ് അമേരിക്ക മാർച്ചിങ് ഇൻ എ ലോങ് ട്രെയിൻ ആൻഡ് ഓഫറിംഗ് homage to the Statue of Liberty as they pass it. The torch of enlightenment was carried by a female figure in one hand and the Charter of the Rights of Man in the other. Okay, ഇനി സെക്കൻഡ് പോയിന്റ് എന്താ നോക്കാം. On the earth in the foreground lie the shattered remains of the symbols of absolutist institutions. Okay, അതായത് നമ്മൾ എർത്തിന്റെ ഫോർഗ്രൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ കുറേ സിമ്പിൾസിന്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണാം. എന്തിന്റെ സിമ്പിൾസ് ആണ് അവിടെ കാണുന്നത്? അബ്സല്യൂട്ടിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് രാജഭരണം കാഴ്ചവെച്ച, ഏകാധിപത്യ ഭരണം കാഴ്ചവെച്ച, മൊണാർക്കിക്കൽ റൂൾ കാഴ്ചവെച്ച അത്തരത്തിലുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എല്ലാം സിമ്പിൾസ്, അതായത് അതിന്റെ എല്ലാം ശേഷിപ്പുകളാണ്. അബ്സല്യൂട്ടിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ശേഷിപ്പുകളാണ് നമുക്ക് എവിടെ കാണാൻ കഴിയുക? സോ എർത്തിന്റെ ഗ്രൗണ്ടിൽ കാണാൻ കഴിയുക. ദെൻ മൂന്നാമത്തതോ ഇൻസുറിയോസ് ഉട്ടോപ്യൻ വിഷൻ. ഒട്ടോപ്യൻ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു വിഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഉട്ടോപ്യൻ വിഷൻ എന്ന് പറയുന്നത്. അൺറിയൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ദ പീപ്പിൾ ഓഫ് ദ വേൾഡ് ആർ ഗ്രൂപ്പ്ഡ് ആസ് ഡിസ്റ്റിങ്ക്ട് നേഷൻസ് ഐഡന്റിഫൈഡ് ത്രൂ ദെയർ ഫ്ലാഗ്സ് ആൻഡ് നാഷണൽ കോസ്റ്റ്യൂം. അതായത് ലോകത്തിലുള്ള ജനങ്ങളെ മുഴുവൻ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അവരുടെ ഫ്ലാഗിലൂടെയും അതേപോലെ തന്നെ അവരുടെ നാഷണൽ കോസ്റ്റ്യൂമിലൂടെയും ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. സോ അതൊരിക്കലും പോസിബിൾ അല്ല അല്ലെ? ഒരു ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇവിടെയുള്ള ആളുകൾ ഉപയോഗിക്കുന്നത് ഫ്ലാഗ് നമുക്ക് കോമൺ ആയിരിക്കാം, പക്ഷെ ഇവരുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്റ്റേറ്റ് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലെ? സോ ലാംഗ്വേജിന്റെ കേസ് ആയിക്കോട്ടെ, കോസ്റ്റ്യൂമിന്റെ കേസ് ആയിക്കോട്ടെ, ഇതങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ സൊറിയോയുടെ ഉട്ടോപ്യൻ വിഷനിൽ എന്താ പറയുന്നത്? സോ പീപ്പിൾ ഓഫ് ദ വേൾഡ് ആർ ഗ്രൂപ്പ്ഡ് ആസ് ഡിസ്റ്റിങ്ക്ട് നേഷൻസ്. ലോകത്തിലെ ജനങ്ങളെല്ലാം ഡിസ്റ്റിങ്ക്ട് നേഷൻസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവരെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? അവരുടെ ഫ്ലാഗിലൂടെയും നാഷണൽ കോസ്റ്റ്യൂമിലൂടെയും. അപ്പൊ 3 പ്രിന്റ് നമ്മൾ കിട്ടി. ആദ്യത്തെ പ്രിന്റിൽ ഒരു ലോങ് മാർച്ച് നടത്തുന്നതായിട്ടാണ് പറഞ്ഞത്. യൂറോപ്പിലെയും അമേരിക്കയിലെയും ജനങ്ങൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട് റെസ്പെക്ട് ടു ദ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആസ് ദേ പാസ് ഇറ്റ്. അപ്പൊ അവരുടെ കൈകളിൽ, ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ കൈകളിൽ എന്തൊക്കെയാ കാണുന്നത്? ഒരു കയ്യിൽ ടോർച്ച് ഓഫ് എൻലൈറ്റൻമെന്റും മറ്റൊരു കയ്യിൽ ചാർട്ട് ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാനും. രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ എന്താ പറഞ്ഞത്? എർത്തിന്റെ ഫോർഗ്രൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ഷാറ്റേർഡ് റിമെയിൻസ് ഓഫ് ദ സിംബൽസ് ഓഫ് അബ്സല്യൂട്ടിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അബ്സല്യൂട്ടിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സിംബൽസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ അവശേഷിപ്പുകളാണ് നമുക്ക് എർത്തിന്റെ ഫോർഗ്രൗണ്ടിൽ കാണാൻ സാധിക്കുക. ഇനി മൂന്നാമത്തെ പ്രിന്റിൽ എന്താ പറഞ്ഞത്? സോറിയോയുടെ ഉട്ടോപ്യൻ വിഷനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ എന്താ പറയുന്നത്? ലോകത്തിലുള്ള ജനങ്ങളെ മുഴുവൻ ഡിസ്റ്റിങ്ക്ട് നേഷൻസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അവരുടെ ഫ്ലാഗിലൂടെയും നാഷണൽ കോസ്റ്റ്യൂമിലൂടെയുമാണ് എന്നാണ് പറയുന്നത്. ഇനി ബാക്കി പോയിന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. The procession was led by the United States and Switzerland. അപ്പൊ ഇങ്ങനെ ഒരു മാർച്ച് പോകുന്നുണ്ടെങ്കിൽ ഈ പ്രൊസഷന്റെ മുന്നിലുള്ളവരാരാ? യുണൈറ്റഡ് സ്റ്റേറ്റ്സും സ്വിറ്റ്സർലാൻഡും ആണ് ഉള്ളത്. ഇവരുടെ തൊട്ട് പുറകിലായിട്ട് ഫ്രാൻസും ഉണ്ട്, ജർമ്മനി ഉണ്ട്. ഓക്കെ, സോ ഈ ജർമ്മൻ പീപ്പിളിനെ ഫോളോ ചെയ്തുകൊണ്ട് എന്തുണ്ട്? ഓസ്ട്രിയയിലെ ജനങ്ങളുണ്ട്, അതേപോലെ തന്നെ കിങ്ഡം ഓഫ് ദ ടു സിസിലീസ് ഉണ്ട്, ലൊംബാർഡി ഉണ്ട്, പോളണ്ട് ഉണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്, അയർലൻഡ് ഉണ്ട്, ഹംഗറി ഉണ്ട്, റഷ്യ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു മാർച്ച് പോലെ ലോങ് മാർച്ചാണ്. അപ്പൊ ആ ഒരു പ്രൊസഷൻ, ആ ഒരു ഘോഷയാത്ര ആരാ ലീഡ് ചെയ്യുന്നത്? സോ മുന്നിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും സ്വിറ്റ്സർലാൻഡ്, രണ്ടാമതായിട്ട് ഫ്രാൻസും ജർമ്മനിയും ഉണ്ട്. അവരെ ഫോളോ ചെയ്തുകൊണ്ട് ഒരുപാട് രാജ്യങ്ങൾ, മറ്റനേകം രാജ്യങ്ങളുണ്ട്. ഓസ്ട്രിയ ഉണ്ട്, കിങ്ഡം ഓഫ് ദ ടു സിസിലീസ്, ലൊംബാർഡി, പോളണ്ട്, ഇംഗ്ലണ്ട്, അയർലൻഡ്, ഹംഗറി, റഷ്യ എന്ന് തുടങ്ങുന്ന രാജ്യങ്ങളെല്ലാം ഉണ്ട്. സോ ഫ്രം ദ ഹെവൻസ് അബോവ്. അപ്പൊ ഈ ഒരു ഘോഷയാത്ര നടക്കുമ്പോൾ നമ്മളാണെങ്കിലും നമ്മുടെ റോഡിലൂടെ വല്ല എന്തെങ്കിലും ഒരു ആരവങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് നോക്കില്ലേ? ഇതേപോലെ തന്നെ ഈ ഒരു ഘോഷയാത്ര, ഈ ഒരു പ്രൊസഷനെ ഹെവൻസിൽ നിന്ന് ആരൊക്കെ നോക്കി കാണുന്നുണ്ട്? ക്രിസ്റ്റും സെയിൻസും ഏഞ്ചൽസും എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ദേ ഹാവ് ബീൻ യൂസ്ഡ് ബൈ ദ ആർട്ടിസ്റ്റ് ടു സിംബലൈസ് ഫ്രെറ്റേണിറ്റി. ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു
സീൻ അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസ് ഇവിടെ ആർട്ടിസ്റ്റ് ഉപയോഗിച്ചിരിക്കണം എന്തിനു വേണ്ടിയിട്ടാ? ഇൻ ഓർഡർ ടു സിംബലൈസ് ദ ഫ്രെറ്റേണിറ്റി എമംഗ് ദ നേഷൻസ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ രാജ്യങ്ങൾക്കിടയിലുള്ള ഫ്രെറ്റേണിറ്റിയാണ്. ഓക്കെ, സോ ഫ്രെറ്റേണിറ്റിയാണ്, സാഹോദര്യമാണ് എടുത്തു കാണിക്കാൻ ആരാഗ്രഹിക്കുന്നത്? ഇവിടെ നമ്മുടെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഫ്രെഡറിക് സോറിയോ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫ്രെറ്റേണിറ്റി സിംബലൈസ് ചെയ്യാനാണ് ഈ പറയുന്ന ആളുകൾ നിരീക്ഷിക്കുന്ന ക്രിസ്റ്റും സെയിൻസും ഏഞ്ചൽസും എല്ലാം നിരീക്ഷിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ പ്രിന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. സോ ഇവിടെ നമുക്ക് ഇതിന്റെ ഫൈനലി എന്താ വരുന്നത്? ഡ്യൂറിങ് ദ 19th century, nationalism emerged as a force which brought about huge changes in the political and mental world of Europe. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വിഷന് ശേഷം എന്താ ഉണ്ടായത്? ഏകദേശം ഒരു 19th century ആയപ്പോൾ, ഓക്കെ, 19th century ആയപ്പോൾ നാഷണലിസം എന്തായി? എമേർജ് ചെയ്തു. എങ്ങനെയാണ് നാഷണലിസം എമേർജ് ചെയ്യുന്നത്? പൊളിറ്റിക്കൽ പാർട്ടിലും മെന്റൽ വേൾഡിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന നാഷണലിസം വന്നത്. അപ്പോൾ ഈ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു എൻഡ് വേണമല്ലോ, ഒരു ഔട്ട്പുട്ട് വേണമല്ലോ. ദ എൻഡ് റിസൾട്ട് ഓഫ് ദീസ് ചേഞ്ചസ് വാസ് ദി എമർജൻസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ് ഇൻ ദ പ്ലേസ് ഓഫ് ദി മൾട്ടി നാഷണൽ ഡൈനാസ്റ്റിക് എംപയേഴ്സ് ഓഫ് യൂറോപ്പ്. അപ്പോൾ യൂറോപ്പിൽ ഉണ്ടായിരുന്നത് മൾട്ടി നാഷണൽ ആയിട്ടുള്ള ഡൈനാസ്റ്റിക് എംപയേഴ്സ് ആണ് എവിടെ ഉണ്ടായിരുന്നത്? മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഇന്നും മാറ്റം വരുന്ന ഒരു ഡൈനാസ്റ്റിക് ആയിട്ടുള്ള ഒരു എംപയേഴ്സ് ആണ് യൂറോപ്പിൽ ഉണ്ടായിരുന്നത്. സോ ആ സ്ഥലത്തേക്ക് എന്ത് വരികയാണ്? നേഷൻ സ്റ്റേറ്റ് വരികയാണ്. ഓക്കെ, സോ എൻഡ് റിസൾട്ട് ഓഫ് ദീസ് ചേഞ്ചസ് വാസ് ദി എമർജൻസ് ഓഫ് നേഷൻ സ്റ്റേറ്റ് ഇൻ ദ പ്ലേസ് ഓഫ് ദി മൾട്ടി നാഷണൽ ഡൈനാസ്റ്റിക് എംപയേഴ്സ് ഓഫ് യൂറോപ്പ്. അപ്പൊ 19th സെഞ്ചുറിയിലാണ് നാഷണലിസം എമേർജ് ചെയ്തത്. ആ എമേർജ് ചെയ്തതോടുകൂടി പൊളിറ്റിക്കൽ പാർട്ടിയിലും മെന്റൽ വേൾഡിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് എന്തിന്റെ എമർജൻസ് ആണ്? നേഷൻ സ്റ്റേറ്റിന്റെ എമർജൻസ് ആണ്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്. അപ്പൊ എന്താണ് ഈ നേഷൻ സ്റ്റേറ്റും മോഡേൺ സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? സോ ദ കൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് എ മോഡേൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ വിച്ച് സെൻട്രലൈസ്ഡ് പവർ എക്സസൈസ്ഡ് ഓവർ sovereign control. Okay, sovereign control over a clearly defined territory had been developing over a long period of time in Europe. യൂറോപ്പിൽ നിലനിന്നിരുന്നത് വളരെ കാലമായിട്ട് എന്താണ്? ഒരു ക്ലിയർലി ഡിഫൈൻഡ് ടെറിട്ടറിക്കകത്ത് പരമാധികാരം ആര് എക്സസൈസ് ചെയ്തിരുന്നു? ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ എക്സസൈസ് ചെയ്തിരുന്നു. ഈ ഒരു കൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസ് ഓഫ് എ മോഡേൺ സ്റ്റേറ്റ് ആണ് എവിടെ നിലനിന്നിരുന്നത്? യൂറോപ്പിൽ നിലനിന്നിരുന്നത്. എങ്ങനെയാണ്? സോ ഒരു സെൻട്രലൈസ്ഡ് പവർ, ഓക്കെ, എന്താണ് മൊത്തത്തിൽ എന്താ പറയുക, കേന്ദ്രീകൃത ഭരണമാണ് അവിടെ നടന്നിരുന്നത്. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പവർ എക്സസൈസ്ഡ് സോവറിൻ കൺട്രോൾ ഓവർ ക്ലിയർലി ഡിഫൈൻഡ് ടെറിട്ടറി. ഒരു ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത ടെറിട്ടറിക്കകത്ത് കംപ്ലീറ്റ് കൺട്രോൾ. സോ സോവറിൻ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാധികാരം ആരാണ് എക്സസൈസ് ചെയ്തിരുന്നത്? ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരാൾ മൊത്തത്തിൽ അടക്കി ഭരിക്കുന്ന രീതിയിൽ. ഓക്കെ, പക്ഷേ നേഷൻ സ്റ്റേറ്റ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് വാസ് വൺ ഇൻ വിച്ച് ദ മെജോറിറ്റി ഓഫ് ഇറ്റ്സ് സിറ്റിസൺസ് and not only its rulers came to develop a sense of common identity and shared history or decent. Okay, അപ്പൊ നേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ഇറ്റ്സ് സിറ്റിസൺസ്. അപ്പൊ ഒരു രാജ്യത്തിലെ മെജോറിറ്റി വരുന്ന സിറ്റിസൺസും എങ്ങനെയാണ്? നോട്ട് ഓൺലി ഇറ്റ്സ് റൂളേഴ്സ് മാത്രമല്ല, മെജോറിറ്റി വരുന്ന സിറ്റിസൺസും എന്ത് ചെയ്യുന്നുണ്ട്? came to develop a sense of common identity. നമുക്ക് എല്ലാവർക്കും കൂടി കോമൺ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു ഷെയർഡ് ഹിസ്റ്ററി ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വരുന്നവരാണ് നേഷൻ സ്റ്റേറ്റിലെ ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രെഡറിക് സോറിയോയുടെ വിഷൻ ഓഫ് ദ വേൾഡ് ആണ്. സോഷ്യൽ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു വിഷൻ ആണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. സോ അതിന്റെ ഭാഗമായിട്ട് ഒരു 4 പ്രിന്റുകൾ തയ്യാറാക്കി. ആ 4 പ്രിന്റിന്റെ അവസാനം നമ്മൾ നാഷണലിസം 19th സെഞ്ചുറിയിൽ എമേർജ് ചെയ്തതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അവിടെ എന്താണ് പണ്ടുണ്ടായിരുന്ന മോഡേൺ സ്റ്റേറ്റ്, എങ്ങനെയായിരുന്നു യൂറോപ്പിലെ, അതേപോലെ തന്നെ എന്താണ് നേഷൻ സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ദി ഐഡിയ ഓഫ് ദ നേഷൻ ആണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് അത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ഈ ഒരു ടോപ്പിക്കും ഫ്രെഡറിക് സോറിയോയുടെ വിഷൻ ഓഫ് ദ വേൾഡിനെ കുറിച്ചും എല്ലാവരും സെറ്റാക്കി വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻസ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സോ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സോ കീപ് വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.